നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച ജില്ലാതല പ്രവേശനോത്സവം കുമളി GT UP സ്കൂളിൽ ജൂൺ 3 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗം വിലയിരുത്തി. വിദ്യാലയങ്ങളിൽ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജില്ലയിലെ മുഴുവൻ വിദ്യാലയ അധികൃതരും തയ്യാറാകണമെന്ന് കളക്ടർ. കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം സംഘടിപ്പിച്ചത് സ്പൈസസ് ബോർഡിന്റെ കർഷക വഞ്ചനയിൽ പ്രതിഷേധിച്ച. വട്ടവട ചിലന്തിയാറിൽ കാട്ടുനായ ആക്രമണത്തിൽ 40ഓളം ആടുകൾ ചത്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ ആക്രമണത്തിൽ ചത്തത് ചിലന്തിയാർ സ്വദേശിയായ കനകരാജിന്റെ ആടുകൾ. അയ്യപ്പൻകോവിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വൻ അഴിമതി നടക്കുന്നതായി പരാതി. അഴിമതി ആരോപണ വിധേയനായ പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി. വിശദമായ വാർത്തകളിലേക്ക്. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച ജില്ലാതല പ്രവേശനോത്സവം കുമളി GT UP സ്കൂളിൽ ജൂൺ 3 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗം വിലയിരുത്തി. വിദ്യാലയങ്ങളിൽ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജില്ലയിലെ മുഴുവൻ വിദ്യാലയ അധികൃതരും തയ്യാറാകണമെന്ന് കളക്ടർ പറഞ്ഞു. പരിസര ശുചീകരണം, അറ്റകുറ്റപ്പണികൾ, അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ശിഖരങ്ങൾ എന്നിവ മുറിച്ചുമാറ്റുന്ന പ്രവൃത്തി, ശുചിമുറി സൗകര്യം ഉറപ്പാക്കൽ, ചുറ്റുമതിൽ നിർമ്മാണം, സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കൽ തുടങ്ങിയവ എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം. കുറ്റമറ്റ രീതിയിൽ അധ്യയന വർഷ ആരംഭവും പ്രവേശനോത്സവവും നടത്താൻ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും കളക്ടർ പറഞ്ഞു. ജൂൺ 3 കുമളി GT UP സ്കൂളിലാണ് ജില്ലാതല പ്രവേശനോത്സവം നടക്കുക. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. വാഴൂർ സോമൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. കഥ കേൾക്കാം, കത്തെഴുതാം, കളരിപ്പയറ്റ്, സഹായ പരിചയം, ഓർമ്മകൾ പെയ്യുമ്പോൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങിയ നിരവധി പരിപാടികളാണ് പ്രവേശനോത്സവത്തിന് മുന്നോടിയായി കുമളി GT UP സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. യോഗത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ CK ജയശ്രീ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സ്പൈസസ് ബോർഡിന്റെ കർഷക വഞ്ചനയിൽ പ്രതിഷേധിച്ച് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക, കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ കേന്ദ്ര സംഘം സന്ദർശിക്കുക, ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് അനുവദിക്കുക, പുനർകൃഷിക്ക് ആവശ്യമായ ധനസഹായം നൽകുക, കൃഷിക്കാരുടെ വായ്പകൾക്ക് 3 വർഷത്തെ പലിശ ഇളവ് അനുവദിക്കുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. സമരത്തിന് മുന്നോടിയായി പുറ്റടി ടൗണിൽ നിന്നും നിരവധി കർഷകർ പങ്കെടുത്ത മാർച്ച് സ്പൈസസ് പാർക്കിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും CPM ജില്ലാ സെക്രട്ടറിയുമായ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയത്തതീതമായി ഒന്നിച്ചു നിന്ന് ഒരേ സ്വരത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട് സ്പൈസസ് ബോർഡിന് പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര പഠന സംഘം വന്ന് 24 പരീക്ഷണം നടത്തി. ആ പരിശോധന ഭാഗമായി നഷ്ടം വിലയിരുത്തി സ്പൈസസ് ബോർഡ് പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിച്ച് കേന്ദ്ര ഗവൺമെന്റ് വാണിജ്യ ഉൽപ്പന്നം എന്ന തരത്തിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ ഉണർന്നു പ്രവർത്തിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര പഠന സംഘം വരണം. കേന്ദ്ര പഠന സംഘം വന്നാലും ഇപ്പോഴും കാണാൻ കഴിയും. കാരണം കോരിച്ചൊരിയുന്ന മഴയുണ്ടെങ്കിലും ഏലങ്ങളെല്ലാം നശിച്ചു കിടക്കുകയാണ്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ, കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ PP ചന്ദ്രൻ, ആശാ വർഗീസ്, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS ബിസി, CITU ജില്ലാ കമ്മിറ്റി അംഗം KR സോദരൻ, K സോമശേഖരൻ, ജിജോ ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. വട്ടവട ചിലന്തിയാറിൽ കാട്ടുനായ ആക്രമണത്തിൽ 40ഓളം ആടുകൾ ചത്തു. ചിലന്തിയാർ സ്വദേശിയായ കനകരാജിന്റെ ആടുകളാണ് ചത്തത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു ആക്രമണമുണ്ടായത്. തോട്ടം മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നത് ആവർത്തിക്കപ്പെടുന്നതിനിടയിലാണ് വട്ടവടയിൽ ആടുകൾക്ക് നേരെ കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. വട്ടവട ചിലന്തിയാറിലാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ 40ഓളം ആടുകൾ ചത്തു.
ചിലന്തിയാർ സ്വദേശിയായ കനകരാജിന്റെ ആടുകളാണ് ചത്തത്. ആടുകളെ മേയാൻ വിട്ട സമയം കാട്ടുനായ്ക്കൾ കൂട്ടത്തോടെ എത്തി ആടുകളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. മട്ടോട പഞ്ചായത്തിൽ ചിലന്തിയാറിലെ 12ാം വാർഡ് ഇവിടെ കനകരാജിനും മണിക്കും സ്വന്തമായ 40 ആട്. 40 ആട് ഓരോന്നും 10 കിലോ മുതൽ 20 കിലോ വരെ വെയിറ്റ് വരുന്ന ആടാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെ മേയ്ക്കാൻ വേണ്ടി കാട്ടിൽ അഴിച്ചുവിട്ടത്. ഒരു കൂട്ടം ചെന്നായ്, ഒരു 10-25 മുകളിൽ ചെന്നായ് വന്ന് ഈ ആടിനെ മൊത്തത്തിൽ ഇപ്പം കടിച്ചു കൊന്ന് കുറേ എണ്ണം തിന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ ഇവിടെയുള്ള ഗ്രാമക്കാരെല്ലാം കൂടെ തേടി കണ്ടുപിടിച്ച് ഒരു 25 എണ്ണത്തിൻ്റെ ശകലങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയത്. അത് 15 എണ്ണത്തിൻ്റെ ഒന്നുമേ കിട്ടിയിട്ടില്ല. അത് ആറ്റിപ്പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയോ ഞങ്ങൾ തേടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതൊരു 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില മതിപ്പുള്ള ഇത് സാധനം ഉപയോഗിച്ചാണ് ഇതിന് ഒരാഴ്ചയിൽ ഒന്നൊക്കെ വിറ്റാണ് ഈ കുടുംബം ജീവിതം നടത്തിക്കൊണ്ടിരുന്നത്. വലിയ കഷ്ടത്തിലാണ്. ഇതിന് ഗവൺമെൻറ് എത്രയും വേഗം ഇതിന് നടപടി എടുക്കണം. ഈ കൃഷിക്കാരന്, ഈ ആട് വളർത്തിയ കനകരാജിനും മണിക്കും അത് സാമ്പത്തികമായ സഹായം നൽകി അവരെ സഹായിക്കണം. ഇത് ഫോറസ്റ്റ് ഇവിടെ മൃഗങ്ങളുടെ ശല്യം ഇപ്പം ഗുരുതരമായി തന്നെ ഇപ്പോൾ ചിലന്തിയാർ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഫോറസ്റ്റ് ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കണം. കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായതോടെ ആടുകൾ ചിതറിയോടി. 40ഓളം ആടുകൾ ചത്തതോടെ കനകരാജിന് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അയ്യപ്പൻകോവിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വൻ അഴിമതി നടക്കുന്നതായി പരാതി. അഴിമതി ആരോപണ വിധേയനായി പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷീരമിത്ര SHGയുടെ നേതൃത്വത്തിൽ മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് കർഷകർ. അയ്യപ്പൻകോവിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ അഴിമതി ആരോപണം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളായി. സംഘം പ്രസിഡന്റ് കാലിത്തീറ്റയിലും പാൽ റീഡിംഗിലും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തി പണം തട്ടുന്നതായിട്ടാണ് കർഷകർ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് സംഘം പ്രസിഡന്റ് ജീവനക്കാരുമായി നടത്തിയ ഫോൺ സംഭാഷണം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതോടെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് കർഷകർക്കിടയിൽ ഉയർന്നിരിക്കുന്നത്. ഇതോടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി, DEO, സംഘം സെക്രട്ടറി, ബോർഡ് മെമ്പേഴ്സ് എന്നിവർക്ക് പരാതി നൽകിയതായും കർഷകർ പറഞ്ഞു. കാലിത്തീറ്റയുടെ കാര്യത്തിലാണെങ്കിലും പ്രൈവറ്റ് കാലിത്തീറ്റ SKM എന്ന് പറയുന്ന ഒരു കാലിത്തീറ്റ കൊണ്ടുവന്ന് 140 രൂപ ലാഭത്തിൽ സംഘത്തിൽ വെച്ച് വിൽക്കുകയും അതിന്റെ ലാഭം ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ അതിന്റെ ലാഭവിഹിതം കൃഷിക്കാർക്ക് കൊടുക്കാമെന്ന് പറയുകയും എന്നാൽ നാളെ ഇതുവരെ അത് കൊടുക്കാതിരിക്കുകയും ഇദ്ദേഹത്തിന്റെ പാലിന് റീഡിംഗ് കുറഞ്ഞ പാലിന് 34 രൂപ 25 പൈസ വില തീരുമ്പോൾ ആ പാലിന് 46 രൂപ വിലയിട്ട് സംഘത്തിന് മേടിക്കുക. അതുപോലെ തന്നെ ക്ഷീരകർഷകരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും 1470 രൂപ നമ്മുടെ കാലിത്തീറ്റ കിട്ടുമ്പോൾ ഇയാൾക്ക് മാത്രം 1470 രൂപയ്ക്ക് ഇയാൾ എടുക്കുമ്പോൾ നമുക്ക് മറ്റ് ക്ഷീരകർഷകർക്ക് തരുന്ന 1490 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഗവൺമെന്റ് പകുതി വിലയ്ക്ക് സബ്സിഡി നിരക്കിൽ നമുക്ക് തന്നിട്ടുള്ള കാലിത്തീറ്റ 90% ഇദ്ദേഹം അടിച്ചു മാറ്റി മറ്റൊരു സ്ഥാപനത്തിന് വിറ്റു. ഇത്തരത്തിലുള്ള വലിയ അഴിമതി ആ സംഘത്തിൽ നടന്നു വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട സംഘത്തിൻ്റെ ബോർഡ് മെമ്പർമാരെയൊക്കെ കാണുകയും അവർക്കെല്ലാം പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ മന്ത്രിക്കും നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർക്കും ഒക്കെ പരാതി കൊടുത്തിട്ട് അവിടെയൊക്കെ അന്വേഷണം നടന്നു വരികയും അപ്പോൾ മെമ്പർമാരിൽ ചിലരൊക്കെ നമുക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ശരി, ഈ സംഘത്തിൻ്റെ പ്രസിഡന്റിനെ ഇങ്ങനെ ഈ ഭരണസമിതി വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. കാലിത്തീറ്റയിൽ വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുകയും പാലിന്റെ റീഡിംഗിൽ മാറ്റം വരുത്തി കർഷകർക്ക് ലഭിക്കേണ്ട പണം തട്ടിയെടുക്കുന്ന നിലപാടാണ് പ്രസിഡന്റ് നടത്തിയിരിക്കുന്നതെന്നാണ് ആരോപണം. ഈ പണം തിരിച്ചടപ്പിക്കുന്നതിനൊപ്പം പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയും ചെയ്യണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി 13ാം വാർഡ് അംഗം വിജയകുമാരി ജയകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. LDF ധാരണപ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന സാലി ജോളി രാജിവെച്ച ഒഴിവിലേക്കാണ് വിജയകുമാരി തിരഞ്ഞെടുക്കപ്പെട്ടത്. LDF 9, UDF 6, BJP 1 എന്നിങ്ങനെയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില. ആദ്യത്തെ 38 മാസം CPM പ്രതിനിധിയായ സാലി ജോളി വൈസ് പ്രസിഡന്റ് പദവി അലങ്കരിച്ചു. തുടർന്ന് വരുന്ന 22 മാസം CPIക്കാണ് വൈസ് പ്രസിഡന്റ് പദവി. LDF ധാരണപ്രകാരം സാലി ജോളി രാജിവെച്ച ഒഴിവിലേക്കാണ് വിജയകുമാരി ജയകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ലിനു ജോസ് മത്സരിച്ചിരുന്നു. ലിനു ജോസ് 6 വോട്ടുകൾ നേടിയപ്പോൾ വിജയകുമാരി ജയകുമാർ 9 വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയകുമാരിയുടെ പേര് 10ാം വാർഡ് അംഗം സാലി ജോളി നിർദ്ദേശിക്കുകയും 5ാം വാർഡ് അംഗം ബിജു ജോസ് പിന്താങ്ങുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജയകുമാരി ജയകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട്
ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കകൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പഞ്ചായത്തിൽ എത്തിക്കുമെന്നും വിജയകുമാരി ജയകുമാർ പറഞ്ഞു. LDF ധാരണപ്രകാരം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വരുന്ന 1.5 വർഷക്കാലത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മുൻ വൈസ് പ്രസിഡന്റ് തുടർന്ന് വന്ന പ്രവർത്തനങ്ങളുടെ ബാക്കി പൂർത്തീകരിക്കുകയും തുടർന്ന് സമൂഹത്തിന്റെ പുതുതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയും നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് കണ്ടെത്തുന്നതിനും എല്ലാ വാർഡുകളെയും ഒന്നായി കണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനം സജ്ജപ്പെടുത്തുന്നതിനും ആണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ നമുക്ക് പഞ്ചായത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഇനിയും. അതെല്ലാം പൂർത്തീകരിച്ച് 1.5 വർഷക്കാലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് പഞ്ചായത്തിനെ നല്ലൊരു വികസനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് വിജയകുമാരി 13.5 വർഷക്കാലമായി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു. നിലവിൽ CPI മണ്ഡലം കമ്മിറ്റി അംഗമായും ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിക്കുന്നുണ്ട്. മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനു എബ്രഹാം വരണാധികാരിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജി കെ തോമസ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം LDFന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗവും നടന്നു. CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, CPM ലോക്കൽ സെക്രട്ടറി VV ജോസ്, CPI ലോക്കൽ സെക്രട്ടറി PJ സത്യപാലൻ, കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ചേമ്പളം സ്വദേശിയായ ഇലവുങ്കൽ രവിക്ക് 3 മാസം മുമ്പ് ലഭിച്ച പട്ടയത്തിന് കരമടയ്ക്കാൻ സാധിക്കുന്നില്ലെന്ന് പരാതി. ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റു കാർഷിക ആവശ്യങ്ങൾക്കുമായി ബാങ്കുകളെ സമീപിച്ചാൽ ലോൺ പോലും ലഭിക്കാത്ത സാഹചര്യമാണെന്ന് ഇദ്ദേഹം പറയുന്നു. അയ്യപ്പൻകോവിൽ ചേമ്പളം സ്വദേശിയായ ഇലവുങ്കൽ രവിക്ക് 3 മാസം മുൻപാണ് പട്ടയം ലഭിച്ചത്. എന്നാൽ പട്ടയം ലഭിച്ച നാളുകൾ ഇത്രയുമായിട്ടും കരമടയ്ക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കുമായി ബാങ്കുകളെ സമീപിക്കുമ്പോൾ കരമടച്ചിട്ടില്ലാത്തതിനാൽ ലോൺ തരാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് രവി പറയുന്നു. പട്ടയം കിട്ടിയിട്ട് പോലും ഞങ്ങൾക്ക് കരമടയ്ക്കാനുള്ള നടപടിക്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കരമടയ്ക്കാത്തത് കൊണ്ട് ഇത് വെറും പേപ്പറിൻ്റെ തുല്യ വിലയായിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ പട്ടയം കരമടച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ വർഷത്തെ വേനലിൻ്റെ ചൂട് കൊണ്ട് കൃഷിയെല്ലാം നശിച്ചു. പുതുകൃഷി ഇറക്കാൻ ഞങ്ങൾക്ക് പറ്റാതെ വന്നിരിക്കുകയാണ്. ഒരു ബാങ്കിൽ ലോൺ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പട്ടായം ഇല്ലാത്തതിൻ്റെ പേരിൽ കരമടച്ച രസീത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷിക്ക് ആവശ്യമായ പൈസ എടുക്കാനോ ലോണിന് അപ്ലൈ ചെയ്യാനോ പറ്റുന്നില്ല. കൂടാതെ തന്നെ ഉപരി വിദ്യാഭ്യാസം നേടിയ കുട്ടികളാണ് ഇവിടെ ഞങ്ങളുടെ ഈ കോളിലുള്ളത്. പക്ഷെ അവർക്കുള്ള വിദ്യാഭ്യാസത്തിന് ലോണിന് പോലും ഞങ്ങൾക്ക് ഈ പട്ടായ കരമടയ്ക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ പേരിൽ പൂർണ്ണമായിട്ടും ഭൂമി കിട്ടാത്തതിൻ്റെ പേരിലും ഞങ്ങൾക്ക് ലോണുകൾ എടുക്കാനോ ഈ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള ലോൺ കണ്ടെത്താനോ ഞങ്ങൾക്ക് ഇതുവരെയും കഴിയുന്നില്ല. ചേമ്പളം SC കോളനിയിലെ ഊരുമുപ്പൻ കൂടിയായ ഇദ്ദേഹം നിരവധി തവണ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങിയതിനു ശേഷമാണ് പട്ടയം ലഭിച്ചത്. എന്നാൽ ഇത്തരത്തിൽ കരമടയ്ക്കാൻ സാധിക്കാത്തതിനാൽ പട്ടയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല. മേഖലയിൽ പട്ടയം ലഭിച്ച മറ്റു കുടുംബങ്ങൾക്കും ഇതേ സ്ഥിതിയാണ്. എന്നാൽ കരമടയ്ക്കുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ലെന്നും തെരഞ്ഞെടുപ്പ് സംബന്ധമായ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ഫയലുകൾ വില്ലേജ് ഓഫീസിൽ എത്താൻ വൈകുന്നതാണ് കരമടയ്ക്കാൻ സാധിക്കാത്തതെന്നും വില്ലേജ് അധികൃതർ അറിയിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ കാലതാമസം നേരിടുന്നതിനെതിരെ മൂന്നാറിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നു. തമിഴ് ജനത കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് മൂന്നാറിലെ തോട്ടം മേഖല. വിവിധ ആവശ്യങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമൊക്കെയായി ഇവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്നാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ നിന്നുയരുന്ന പരാതി.
പ്രശ്നത്തിൽ മൂന്നാർ മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് മാട്ടുപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. മുൻ MLA AK മണി സമരം ഉദ്ഘാടനം ചെയ്തു. அந்த ரைட் என்ன 1950 முன்ன சரியுமா 1950 பிறந்தவங்களுக்கு வயசு என்னாகும்? அது ஏன் உணர முடியல? 1950 என்பதை காட்டிலும் பஞ்சாயத்துல எந்த பேரு எந்த பிரிவு எந்த பேர்த்துல இருக்கு என்பதை பற்றி உணர்ந்து அந்த பஞ்சாயத்தில் இருக்கக்கூடிய ஸ்கூல் சர்டிபிகேட் கம்பெனியில் இப்ப கிடைக்கக்கூடிய நிலவில் இருக்கக்கூடிய சர்டிபிகேட்டை வைத்துக் கொண்டு ஒரு வருஷத்தை இதை நிர்ணயிக்க வேண்டும் என்று நான் இதுக்காக வேண்டிய ஒரு கமிஷன் உண்டாயிருந்தது. அந்த கமிஷன்ல சொன்னேன், இதுக்காக வேண்டிய அரசியல் சட்டமன்றத்தில் சொன்னேன். ஆனால் அதை ஏற்றுக்கொள்வதற்கு தயாராக இல்லை. உடற்காக சொல்லுங்க. പ്രതിഷേധ സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S. വിജയകുമാർ, D. കുമാർ, G. മുനിയാണ്ടി, C. നെൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത്. തമിഴ്നാട്ടിലും മറ്റുമായാണ് വിദ്യാർത്ഥികൾ പലരും തുടർ പഠനം നടത്തുന്നത്. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് വിനയാകുന്നുണ്ട്. തുടർ പഠനത്തിന് പോകേണ്ടുന്ന കുട്ടികൾക്കാണിത് ഏറെയും തിരിച്ചടി സമ്മാനിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ അപകട ഭീഷണി ഉയർത്തി അപകടാവസ്ഥയിലുള്ള പഴയ കെട്ടിടം. കെട്ടിടത്തിന്റെ വാർക്ക താഴേക്കിരുന്നതിനാൽ ഭിത്തിയുടെ പല ഭാഗങ്ങളും വിണ്ടിക്കീറിയ നിലയിലാണ്. ജില്ലാ പഞ്ചായത്തിൽ നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് PTA അംഗങ്ങൾ പറഞ്ഞു. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപകട ഭീഷണി ഉയർത്തി പഴയ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടം താഴേക്ക് ഇടിഞ്ഞിറങ്ങുന്നതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ഇതോടെ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര സമീപത്തെ പുതിയ കെട്ടിടത്തിലേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്. LP ഹൈസ്കൂൾ ക്ലാസ് മുറികളും ഓഫീസുമെല്ലാം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗത്തേക്കാണ് മേൽക്കൂര ചെരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ പുതിയ ബിൽഡിങ്ങിന്റെ ചേർന്നൊരു പഴയ ബിൽഡിംഗ് ഏകദേശം 10-24 വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് നിൽക്കുന്നുണ്ട്. അത് ഈ കാലപ്പഴക്കം ചെന്നത് കാരണം അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഇടിഞ്ഞ് താഴ്ന്ന് അത് പുതിയ ബിൽഡിങ്ങിനോട് ചരിഞ്ഞ് കൊണ്ട് നിൽക്കുകയാണ്. ഇനിയെങ്കിലും അതൊന്ന് ഇടിച്ച് മാറ്റി അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ മെസ്സ് ഹാള് അവിടെ ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ആ കുട്ടികൾ കൂടെ അതൊരു ഭീഷണിയായിട്ട് മാറും. അതുകൊണ്ട് എത്രയും വേഗം അതൊന്ന് ഇടിച്ച് മാറ്റിത്തരണമെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. 2002-2003 കാലഘട്ടത്തിൽ +2 കമ്പ്യൂട്ടർ ലാബിനായാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. അന്നത്തെ MP ആയിരുന്ന K. ഫ്രാൻസിസ് ജോർജാണ് ഫണ്ട് അനുവദിച്ചത്. തുടർന്ന് ഇതിനോട് ചേർന്ന് ക്ലാസ് മുറിയും ആരംഭിച്ചു. 4 മുറികളുള്ള ഈ കെട്ടിടത്തിന്റെ പലയിടങ്ങളിലും വിള്ളൽ വീഴാൻ തുടങ്ങിയതോടെ പുതിയ കെട്ടിടം നിർമ്മിച്ച ക്ലാസ് മുറികളും ലാബും അവിടേക്ക് മാറ്റി. തുടർന്ന് കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് കത്തും നൽകി. പലതവണ കത്ത് നൽകിയതോടെ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തു. എന്നാൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴും കെട്ടിടം പൊളിച്ചിട്ടില്ല. സ്കൂൾ തുറക്കുന്ന സമയമായി വരുമ്പോൾ വലിയൊരു അപകടാവസ്ഥയിലാണ് ഇവിടെ ഈ കാണുന്ന ഈ ബിൽഡിങ്. ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂൾ കെട്ടിടത്തിന് തന്നെ അപകട ഭീഷണിയായി ഈ പഴയ കെട്ടിടം മാറിയിരിക്കുകയാണ്. ശരിക്കും ഇത് പൊളിച്ചു മാറ്റുവാനുള്ള അപേക്ഷ കൊടുത്തിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് വേണ്ട ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതൊന്ന് പൊളിച്ചു മാറ്റി ഇല്ലെങ്കിൽ ഒരു വലിയൊരു അപകടത്തിന് കാരണമായി മാറും. തീർച്ചയായും അധികാരികൾ ഈ കാര്യങ്ങൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. കെട്ടിടം ചരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ വൻ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത്. അതിനാൽ എത്രയും വേഗം കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ഉയരം കൂട്ടുന്നതിന് കൃത്യമായ ധാരണയില്ലെന്നാരോപിച്ച് വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും രംഗത്ത്. അക്ഷയ റോഡിൽ ആവശ്യമായ ഓട നിർമ്മിക്കാതെ റോഡിന്റെ ഉയരം കൂട്ടിയാൽ ടൗണിൽ വെള്ളക്കെട്ടുണ്ടാവുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. കട്ടപ്പന ചപ്പാത്ത് മലയോര ഹൈവേ നിർമ്മാണം ഏകദേശം 90% പൂർത്തിയായിരിക്കുകയാണ്. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ചപ്പാത്ത് ടൗണിൽ റോഡ് വികസനവുമായി നിരവധി പരാതികളും ആക്ഷേപവുമാണ് ഉയരുന്നത്. ചപ്പാത്ത് ടൗണിലെ അക്ഷയ റോഡിൽ ആവശ്യമായ ഓട നിർമ്മിക്കാതെ റോഡിന്റെ ഉയരം കൂട്ടിയാൽ ടൗണിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഇപ്പോൾ തന്നെ മഴ പെയ്യുമ്പോൾ അക്ഷയ റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങുകയാണ്. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളതെന്നും വ്യാപാരികൾ ആരോപിച്ചു. നിലവിൽ നമ്മൾ ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡ് നിലവിൽ ഈ അക്ഷയ റോഡിലേക്കാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു വെള്ളക്കെട്ട് ആണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്.
ഈ റോഡിൻ്റെ ഹൈറ്റും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരു വെള്ളക്കെട്ടായി പോകും നമ്മുടെ. ആയതുകൊണ്ട് ഈ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള വർക്കിൻ്റെ കൂടെ തന്നെ ഈ റോഡിൻ്റെ ഈ രണ്ട് വശങ്ങളിലായിട്ടുള്ള ഈ അക്ഷയ റോഡിൻ്റെ സൈഡിലൊരു ഓട നിർമ്മിച്ചുകൊണ്ട് ഇതിൻ്റെ ഐറിഷ് വർക്കുമായി ബന്ധപ്പെടുത്തി ഇതിൻ്റെ വെള്ളം പോകുവാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരണം. ഞങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. നിലവിൽ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ചപ്പാത്ത് ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്റ്റാൻഡായി ഉപയോഗിക്കുന്നത് അക്ഷയ റോഡിനെയാണ്. എന്നാൽ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് കാരണം വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കില്ല. കൃത്യമായ ധാരണയില്ലാതെ റോഡ് നിർമ്മാണം നടത്തിയാൽ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അക്ഷയ റോഡാണിത്. അക്ഷയ സെന്ററിലോട്ട് പോകുന്നത്. അപ്പോൾ വെള്ളക്കെട്ട് കാരണം ഇതിന് പോകാനും യാത്രക്കാർക്ക് നടന്നു പോകാനും ഇത് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ പണിയോടൊപ്പം തന്നെ നമ്മുടെ ഈ അക്ഷയ റോഡും കൂടെ ഒന്ന് പൊക്കും, അല്ലെങ്കിൽ ആ വെള്ളം പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തി തരണമെന്ന് അധികൃതരെ അറിയിക്കുകയാണ്. റോഡിന് ആവശ്യമായ ഉയരം കൂട്ടുന്നതിന് മുമ്പ് തന്നെ ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനൊപ്പം വെള്ളം കെട്ടിനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സ്ഥിര സേവനം ലഭ്യമാകുന്നതിന് വേണ്ടുന്ന ഇടപെടൽ നടത്തിയിട്ടുള്ളതായി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധിയാകുന്ന സാഹചര്യത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയതായും വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഡോക്ടർമാരുടെ കുറവ് മൂലം താളം തെറ്റിയ നിലയിലാണ്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും വന്നുപോകുന്ന താൽക്കാലിക ഡോക്ടർമാരുടെ സേവനമാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സ്ഥിര സേവനം ലഭ്യമാകുന്നതിന് വേണ്ടുന്ന ഇടപെടൽ നടത്തിയിട്ടുള്ളതായി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധിയാകുന്ന സാഹചര്യത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയതായും വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുര്യൻ പറഞ്ഞു. മംഗളം പഞ്ചായത്തിൽ ഏതാണ്ട് 10,000 അടുത്ത് ആളുകൾ താമസമുള്ളൊരു പ്രദേശമാണ്. നമുക്ക് ചികിത്സാരംഗത്ത് പ്രാഥമികമായിട്ട് PHC മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പം നിലവിൽ ഡോക്ടറില്ലാത്തൊരു സ്ഥിതിയുണ്ട്. പകരം ചിത്രപുരത്തു നിന്നും അടിമാലിയിൽ നിന്നും ഡോക്ടർ വന്നാണ് രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ സ്ഥിരമായിട്ട് ഡോക്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DMOയ്ക്ക് പ്രസിഡന്റ് നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് കത്ത് നൽകിയിട്ടുണ്ട്. വളരെ അടിയന്തരമായി ഇത് പരിഗണിച്ച് ഡോക്ടറെ നിയമിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്ന അഡ്ഹോക് ഡോക്ടറുടെ സേവനം കൂടി ഇല്ലാതായതോടെയാണ് സ്ഥിരമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിയായത്. കുറെ നാളുകൾക്ക് മുമ്പ് വരെ NHM ഡോക്ടറുടെ സേവനം കേന്ദ്രത്തിൽ ലഭിച്ചിരുന്നു. പിന്നീട് അതും ഇല്ലാതായി. പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം വേണ്ട വിധം ലഭ്യമല്ലാത്ത സ്ഥിതിയുള്ളത്. ചികിത്സാ സംവിധാനങ്ങൾ കാര്യമായി ഇല്ലാത്ത മാങ്കുളത്ത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ചികിത്സാലയമാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം. BSNL ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി ഭാരമേറിയ സാധനങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനാൽ റോഡ് തകർന്നതായി പരാതി. ഇരട്ടയാർ അടയാളക്കല്ല് കുരിശുമല റോഡാണ് അമിത ഭാരം കയറ്റിവന്ന വാഹനങ്ങൾ കയറി തകർച്ചയുടെ വക്കിലായത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലുള്ള 12ഓളം കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമാണ് ഈ റോഡ്. പള്ളിക്കാനം ഇടവകയുടെ കുരിശുമലയിലേക്കുള്ള റോഡ് കൂടിയാണിത്. ഈ റോഡ് സൈഡിലാണ് BSNL ടവർ നിർമ്മിക്കുന്നത്. ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി ഭാരമുള്ള വസ്തുക്കൾ കയറ്റിവരുന്ന വാഹനങ്ങളാണ് റോഡ് തകരാൻ കാരണം. വികസനത്തിന് ജനങ്ങൾ എതിരല്ലെന്നും റോഡ് തകർത്തുകൊണ്ടുള്ള വികസനത്തിന് എതിരാണെന്നും നാട്ടുകാർ പറയുന്നു. ടവറിൻ്റെ പണി ഇവിടെ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാട്ടിലെ വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ആക്ഷേപങ്ങളോ ഞങ്ങൾക്ക് തടസ്സവുമില്ല. നേരെ മറിച്ച് ഞങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഒരു റോഡാണിത്. വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു റോഡ് ഞങ്ങൾക്ക് ഉണ്ടായി വന്നത്. ആ റോഡ് ഇവരുടെ നിരന്തരമായ ഭാരവാഹനങ്ങൾ കയറി ഓടി നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ടവർ പണി തീരുമ്പോഴത്തേക്കും ഏതാണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായി തീരും. ഇത് ആ കയറ്റത്തിൻ്റെ മധ്യഭാഗത്താണ് ഇത് പൊളിഞ്ഞിരിക്കുന്നത്. ഇത് പൊളിഞ്ഞ ഭാഗം പിന്നീട് നമുക്ക് ഒന്ന് മാറ്റി പണി ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ പണി തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ റോഡിൻ്റെ കേട് പരിഹരിച്ച് തരാനുള്ളൊരു സംവിധാനം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ടവർ പണിയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. 12ഓളം വീട്ടുകാർ ചേർന്ന് നിർമ്മിച്ചതാണ് ഈ റോഡ്. ഒരാൾക്ക് 40,000-ലധികം രൂപ ചിലവ് വന്ന മൺപണിക്ക് ശേഷം 3 വർഷം മുമ്പാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ റോഡ് വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ച് റോഡ് ടാർ ചെയ്ത് നൽകിയത്. ഈ റോഡാണ് BSNL ടവർ നിർമ്മാണത്തിന്റെ പേരിൽ തകർന്നിരിക്കുന്നത്. നിലവിൽ ഇവിടെ ഒരു ടവർ പണി നടക്കുന്ന മൂലം ഭാരമേറിയ സാധനങ്ങൾ ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതുകൊണ്ട് റോഡ് പരിപൂർണമായിട്ടും തകരുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ. ഇവിടുത്തെ പ്രദേശവാസികളുടെ നിരവധി കാലത്തെ നോക്കിയിരിപ്പിന് ശേഷമാണ് ഈ റോഡ് ഈ യാത്രാ സൗകര്യമാക്കി കിട്ടിയത്. ഈ റോഡ് തകർന്ന് പല അധികാരികളെ അറിയിച്ചിട്ടും അവർ നിസ്സഹകരണമായ ഒരു രീതിയിലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ആവശ്യം, ഈ പ്രദേശവാസികളുടെ ആവശ്യം, ഈ റോഡ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ
ഒന്നെങ്കിൽ ടവർ പണിയുന്നവർ വന്ന് അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയുകയോ ലൈൻ എഗ്രിമെൻറ്റോ ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഒരു ധാരണയിലാകാത്ത പക്ഷം ഈ ടവർ പണി പരിപൂർണമായിട്ട് ഞങ്ങൾ നിർത്തിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതുവരെ ടവറിന്റെ നിർമ്മാണത്തിനായി ഒരു വാഹനവും റോഡിലൂടെ കടത്തിവിടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. CPM തങ്കമണി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടക്കല്ലിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു. കാൽവരി മൗണ്ട് കൂട്ടക്കല്ല് ഉദിക്കുന്നേൽ അമ്മിണി എന്ന വിധവയായ വീട്ടമ്മയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 4.5 മാസം കൊണ്ട് പൂർത്തിയാക്കിയ സ്നേഹവീടിന്റെ നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിച്ചിരുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വീടിന്റെ താക്കോൽദാനം നടത്തി. തങ്കമണി ലോക്കൽ കമ്മിറ്റിയിലെ സഖാക്കൾ അവിടെ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിൽ ഏതാണ്ട് 3 വീടുകൾ നിർമ്മിച്ചതാണ്. കാമാക്ഷി ലോക്കൽ കമ്മിറ്റിയും തങ്കമണി ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും മഹനീയമായ പ്രവർത്തനം ഈ സഖാക്കൾ നടത്തുന്നത്. ഒരെണ്ണത്തിൻ്റെ താക്കോൽദാനം കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ഒരെണ്ണത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കും. അങ്ങേയറ്റം മാതൃകാപരമായ പ്രവർത്തനമാണ് പാർട്ടി സഖാക്കൾ തന്നെ. ഇത്ര സാമൂഹിക ജീവിതത്തിൽ ഇടപെടാൻ CPM പാർട്ടിക്ക് കഴിയുന്നത് ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ജനങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് അതിനാവശ്യമായ പണം സമാഹരിക്കുവാനും ആ പണസമാഹരണത്തിനോട് കൂടി ഇത് കണ്ടെത്താൻ വേണ്ടി ഇറങ്ങാൻ തയ്യാറായാൽ കേരളീയ മനസ്സ് എല്ലാ വിഭാഗത്തെയും സഹായിക്കുമെന്നുള്ളതിന് ഉദാഹരണമുണ്ട്. തുടർന്ന് മധുര വിതരണവും നടന്നു. തങ്കമണി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനകം 3ഓളം വീടുകൾ ഭവനരഹിതരായവർക്ക് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി PB സബീഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KG ഷൈൻ, CM തങ്കച്ചൻ, മോളിക്കുട്ടി ജെയിംസ്, ലോക്കൽ സെക്രട്ടറിമാരായ MV ജോർജ്, സൈബിച്ചൻ തോമസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ്, ബ്രാഞ്ച് സെക്രട്ടറി ദിജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന AV ജോസഫ് അനുസ്മരണ സമ്മേളനം നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും CPM വള്ളക്കടവ് ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന AV ജോസഫ് അനുസ്മരണ സമ്മേളനമാണ് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പാരിഷ് ഹാളിൽ നടന്നത്. പൊതുപ്രവർത്തന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു AV ജോസഫ്. കാര്യഗൗരവത്തോടെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് മാതൃകയായി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അനുസ്മരണ സമ്മേളനത്തിൽ പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ ബോർഡ് ചെയർമാൻ R തിലകൻ, UDF കൺവീനർ TH അബ്ദുൾ സമദ്, PTT യൂണിയൻ ജനറൽ സെക്രട്ടറി M തങ്കദുരൈ, CPM ജില്ലാ കമ്മിറ്റി അംഗം G വിജയാനന്ദ്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവമ്മാക്കൽ, S ഗണേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല കുളത്തുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. മൃഗസംരക്ഷണ വകുപ്പിലെ 30 വർഷത്തെ സേവനം പൂർത്തിയാക്കി കട്ടപ്പന വെറ്റിനറി പോളിക്ലിനിക്കിലെ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ PV ഗീതമ്മയ്ക്ക് ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി യോഗം ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിലെ 30 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഡോക്ടർ PV ഗീതമ്മ വിരമിക്കുന്നത്. കട്ടപ്പന വെറ്റിനറി പോളിക്ലിനിക്കിലെ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിൽ മാതൃകാ സേവനമാണ് ദീർഘനാളത്തെ സർവീസിൽ ഡോക്ടർ കാഴ്ചവെച്ചത്. സഹപ്രവർത്തകരുടെ അടക്കം കൃത്യനിർവഹണത്തിൽ ഗുരുവായും സുഹൃത്തായും ഡോക്ടർ പ്രവർത്തിച്ചു. ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. യോഗം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. 30 കൊല്ലക്കാലത്തെ ദീർഘമായ സർവീസ് കാലഘട്ടത്തിന് ശേഷം 31/5/2024 തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ മൃഗസംരക്ഷണ വകുപ്പിനും പ്രത്യേകിച്ച് കട്ടപ്പനയ്ക്കും നിരവധിയായ സംഭാവന നൽകിയ ഒരു ഡോക്ടറാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് എന്ന് നമുക്കറിയാം. യോഗത്തിൽ വെച്ച് മൊമെന്റോ നൽകി ഡോക്ടർ PV ഗീതമ്മയെ ആദരിച്ചു. കട്ടപ്പന RAHC അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ ശാലിനി വിൽക്കിൻസൺ അധ്യക്ഷയായിരുന്നു.
നഗരസഭാ കൗൺസിലർ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി VR ശശി, ഡോക്ടർ PV മാത്യു, ഡോക്ടർ ജോസഫ് E മാത്യു, ഡോക്ടർ ജേക്കബ് KM, NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ്, ഡോക്ടർ ഹരിത, ഡോക്ടർ ആദികൃഷ്ണൻ, ഡോക്ടർ കാർത്തിക, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ വിഷ്ണു പ്രകാശ്, സീനിയർ ക്ലർക്ക് മനില CV, ഫീൽഡ് ഓഫീസർമാരായ മുസ്തഫ പള്ളിക്കാടൻ, സാബു KV, ജൂനിയർ സൂപ്രണ്ട് സുജ S, മുൻ സീനിയർ സൂപ്രണ്ട് ബിജു PS, ക്ലർക്ക് വിവേക് PR, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ കുഞ്ഞു മുഹമ്മദ് ബാവ, ബീന ജോസഫ്, സൈജാനി എന്നിവർ സംസാരിച്ചു. MG യൂണിവേഴ്സിറ്റി BSc കെമിസ്ട്രി പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നെരിയമ്പാറ പുലിയാത്തോട്ടത്തിൽ അശ്വിനി ദേവ് സുരേഷിനെയാണ് മൊമെന്റോ നൽകി അനുമോദിച്ചത്. MG യൂണിവേഴ്സിറ്റി BSc കെമിസ്ട്രി പരീക്ഷയിലാണ് കട്ടപ്പന നരിയമ്പാറ സ്വദേശി പുലിയാത്തോട്ടത്തിൽ അശ്വിനി ദേവ് സുരേഷിന് 2ാം റാങ്ക് ലഭ്യമായത്. മാന്നാനം KE കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അശ്വിനി ദേവ് യുവസമൂഹത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് കഠിന പ്രയത്നത്തിലൂടെ അശ്വിനി ദേവ് കരസ്ഥമാക്കിയ റാങ്ക് കലാലയത്തിനും നാടിനും വലിയ അഭിമാനമാണ് സമ്മാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ വീട്ടിലെത്തി അശ്വിനി ദേവിനെ അനുമോദിച്ചത്. നമ്മെ സംബന്ധിച്ചോളം അശ്വിനി ദേവ് ഓശാനത്തിലാണ് പഠിച്ചത്. ഓശാനത്തിൽ ഫുൾ A+ കൂടി അദ്ദേഹം പാസ്സായി. തുടർന്ന് ഇപ്പോൾ മാന്നാനം KE കോളേജിൽ BScക്ക് കെമിസ്ട്രിക്ക് 2nd റാങ്ക് MG യൂണിവേഴ്സിറ്റി ലഭിച്ചിരുന്നു. അതിൻ്റെ 2nd റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് സാധാരണ കുട്ടികൾക്കൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. അത് വലിയ നേട്ടമായിട്ട് തന്നെ ഞങ്ങളതിനെ കാണുകയാണ്. പ്രത്യേകിച്ചും ആ രംഗത്ത് ഒരു പഠന രംഗത്ത് ഒരു വലിയ ടേണിംഗ് പോയിന്റാണിത്. അതുകൊണ്ട് തന്നെ അത് വലിയ നേട്ടത്തിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് വളരെ ആശംസിക്കുന്നു. ശാസ്ത്രജ്ഞനാവുക എന്ന ലക്ഷ്യത്തോടെ ഉപരിപഠനത്തിന് തയ്യാറാകുന്ന അശ്വിനി ദേവിന് എല്ലാവിധ പിന്തുണയും ആശംസയും അറിയിച്ചാണ് അനുമോദനം ഒരുക്കിയത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിജു ചിക്കുമൂട്ടിൽ, നഗരസഭാ കൗൺസിലർ ഷജിമോൾ ഷാജി, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി AM സന്തോഷ്, രഞ്ജു എഴുത്തുപുര, കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കുട്ടൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. MG സർവകലാശാല 2022-24 ബാച്ച് B.Ed ഫലം പ്രഖ്യാപിച്ചപ്പോൾ കാഞ്ചാർ ലബക്കട JPM B.Ed കോളേജിന് വീണ്ടും റാങ്കുകളുടെ തിളക്കം. കോളേജിലെ എല്ലാ വിഭാഗത്തിലും ഇത്തവണയും ഉയർന്ന വിജയ ശതമാനമാണ് ലഭിച്ചത്. മാത്തമാറ്റിക്സ് വിഭാഗത്തിലെ മേബിൾ മനോജ് 1ാം റാങ്ക് കരസ്ഥമാക്കി. ഫിസിക്കൽ സയൻസ് വിഭാഗത്തിലെ റിൻഡിമോൾ റോയി 3ാം റാങ്കും ഫെബിന ഫാത്തിമ BN 7ാം റാങ്കും ശില്പ സജി 10ാം റാങ്കും നേടിയപ്പോൾ ഇംഗ്ലീഷ് വിഭാഗത്തിലെ ക്രിസ്റ്റി ബോബൻ, ആതിര KP എന്നിവർക്ക് 3ാം റാങ്കുകളും അലൻഡ് റോയിക്ക് 8ാം റാങ്കും ജിൻസി തോമസിന് 10ാം റാങ്കും കൊമേഴ്സ് വിഭാഗത്തിലെ എൽസ റോസിന് 5ാം റാങ്കും അയോണ വർക്കിക്ക് 8ാം റാങ്കും സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ ഹരിത ഹരികുമാറിന് 6ാം റാങ്കും ഡെല്ല ജോസഫിന് 9ാം റാങ്കും ലഭിച്ചു. ചിട്ടയായ അധ്യയനം, അധ്യാപകരുടെ പരിശ്രമം, മാനേജ്മെന്റ് നടത്തിയ നിസ്തുലമായ സേവനങ്ങൾ ഇവയെല്ലാം വിജയം കൈവരിക്കാൻ സഹായിച്ചു. റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളെയും ഇവരെ നേട്ടത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപകരെയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S. റോബർട്ട്, ബെർസാർ ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ CST എന്നിവർ അഭിനന്ദിച്ചു. CSI മഹാ ഇടവകയുടെ കീഴിലുള്ള വണ്ടിപ്പെരിയാർ ഡീപ് ടീൻ സെന്റ് ജോൺ CSI ദേവാലയത്തിന്റെ 56ാമത് പ്രതിഷ്ഠാദിന പെരുന്നാളും സ്വീകരണ ശുശ്രൂഷയും നടന്നു. ഇടവക വികാരി റവറൻ മാത്യുക്കുട്ടി പതാക ഉയർത്തിയതോടെയാണ് പെരുന്നാളിന് തുടക്കമായത്. CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയ്ക്ക് കീഴിലുള്ള വണ്ടിപ്പെരിയാർ കടശിക്കാട് ഡീപ് ടീൻ സെന്റ് ജോൺ CSI ദേവാലയത്തിന്റെ 56ാമത് പ്രതിഷ്ഠാ പെരുന്നാളും സ്വീകരണ ശുശ്രൂഷയുമാണ് ദേവാലയത്തിൽ നടന്നത്. ഇടവക വികാരി റവറൻ മാത്യുക്കുട്ടി പതാക ഉയർത്തിയതോടെ പെരുന്നാളിന് തുടക്കമായി. തുടർന്ന് ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. പെരുന്നാളിന്റെ ഭാഗമായി പ്രത്യേക ശുശ്രൂഷയ്ക്കായി എത്തിയ CSI ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനിക്ക് സ്വീകരണവും നൽകി. പരിപാടികൾക്ക് ഇടവക അംഗങ്ങളും ഭാരവാഹികളുമായ സ്വാമിദാസ്, കാലൈസെൽവൻ, ജോൺസൺ പ്രേമരാജ്, രമേഷ് കുമാർ, ഇടവക ശുശ്രൂഷകൻ ജോസ്മോൻ KK എന്നിവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1996 വർഷത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഫാമിലി മീറ്റും നടന്നു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ സ്പ്രിംഗ്ഡെയിൽ ഹെറിറ്റേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫാമിലി ഗ്രൂപ്പ് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അധ്യക്ഷനായിരുന്നു.
ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KMG ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ M ഗണേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ജോർജ്, പ്രൊഫസർ രാജശേഖരൻ, ബാലരാജ്, D ബാബു എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പുതുതലമുറയിൽ സന്തുഷ്ട ദാമ്പത്യം എന്നത് വിരളമാകുമ്പോൾ 81ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് 103 വയസ്സുള്ള ഇരട്ടയാർ നാങ്കുതൊട്ടി സ്വദേശികളായ PV ആന്റണി എന്ന പാപ്പച്ചനും 98 വയസ്സുള്ള ഭാര്യ ക്ലാരമ്മയും. ചട്ടയും മുണ്ടുമണിഞ്ഞ് ഭർത്താവിന്റെ കൈപിടിച്ച് കുശലങ്ങൾ പറഞ്ഞ് ജീവിത വഴിയിൽ നടന്നു നീങ്ങുന്ന ക്ലാരമ്മയും പാപ്പച്ചനും നാട്ടുകാർക്ക് വേറിട്ട കാഴ്ചയാണ്. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ഇരുവർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. ഇരട്ടയാർ നാങ്കുതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ ഫാദർ ജോസഫ് പൗവത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് വിവാഹ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പാപ്പച്ചൻ ചേട്ടനും ക്ലാരമ്മ ചേട്ടത്തിയും ചേർന്ന് കേക്ക് മുറിച്ചു. ഇവരുടെ നാൾവഴികൾ കോർത്തിണക്കി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ നിർവഹിച്ചു. പറയാൻ പറ്റും. ഒരു പ്രാവ് ഉണ്ടായിരുന്നു, അതിന് തൂവല് വേണം. പാപ്പൻചേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രാവ് നാഗത്തോട് പ്രദർശിപ്പിച്ചു പൊളിച്ചിടുന്ന ഒരു തൂവലാണ് ഈ പുസ്തകം. ആ രീതിയിൽ നമ്മൾ കാണുക. പാപ്പൻചേട്ടനെ കുറിച്ച് പറയാവുന്ന ഒരു വാക്ക് ക്രാന്തദർശി. മാർഗദർശി എന്ന പുസ്തകത്തിന്റെ പേര് ക്രാന്തദർശി. ക്രാന്തദർശി എന്ന് പറഞ്ഞാൽ കാലത്തിനൊപ്പം ജീവിക്കുകയും കാലത്തിനൊപ്പം കാണുകയും ചെയ്യുന്നത് ക്രാന്തദർശി. അതായിരുന്നു പാപ്പൻചേട്ടൻ ചെയ്തതല്ല. ആ ഓർമ്മയോടുകൂടി ഈ പുസ്തകം നിങ്ങളുടെ മുന്നിൽ പ്രകാശനം ചെയ്യും. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ തുടക്കകാലത്ത് 7 വർഷം പഞ്ചായത്ത് അംഗമായും പലതവണ ഇരട്ടയാർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗമായും പാപ്പച്ചൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മലനാട് ഭൂവികസന ബാങ്കായ പഴയ ഭൂപണയ ബാങ്കിന്റെ ബോർഡ് അംഗമായി 1975-80 കാലഘട്ടത്തിൽ എതിരില്ലാതെയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇരട്ടയാർ, നാങ്കുതൊട്ടി, വാഴവര തുടങ്ങിയ പ്രദേശങ്ങളുടെ വികസനത്തിൽ തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. കൃഷി, പ്രാർത്ഥന, പൊതുപ്രവർത്തനം എന്നിവയായിരുന്നു ജീവിതത്തിൽ എല്ലാം. ഉറ്റ സുഹൃത്തായിരുന്ന കൊല്ലംപറമ്പിൽ മത്തായിയുടെ ഭാര്യാ സഹോദരിയായ പൊൻകുന്നം തൊമ്മിത്താഴ്ത്ത ക്ലാരമ്മയെ 1943 ഫെബ്രുവരി 8-നാണ് ജീവിത സഖിയാക്കിയത്. ദൈവം തന്നെ അനുഗ്രഹം. ഇതുവരെ രോഗം വന്നിട്ടില്ല. അതുപോലെ ഇപ്പോഴും ശരി ജോലി ചെയ്യാം. എനിക്കും കുടുംബത്തിനും രോഗത്തിന് രക്ഷപ്പെട്ടു. ആദ്യം പറയാൻ അതാണ്. രോഗങ്ങളൊന്നും തന്നെ ഇല്ല. 10 മക്കളുണ്ട്. 10 മക്കളും ഇന്നും ജീവിക്കുന്നു. 7 ആണും 3 പെണ്ണും ഉണ്ട്. അവരെല്ലാവരും ഇന്ന് കൃഷി ചെയ്ത് ചിലരെല്ലാം ഉദ്യോഗത്തിൽ പോയിട്ടുണ്ട്, പലയിടത്തും പോയിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നു. ഒത്തിരിയും പറ്റി രാമരാജി ഞങ്ങൾക്കില്ല. 10 മക്കളും പറ്റി സന്തോഷം മാത്രമേ ഉള്ളൂ. പോലും എല്ലാവരും മാറി മാറി വരുന്നുണ്ട്, ഞങ്ങളെ കാണുന്നുണ്ട്. നാട്ടിലാകെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അക്കാലത്ത് വിവിധയിടങ്ങളിൽ കൃഷി ചെയ്ത പാപ്പച്ചൻ മുന്നോട്ടു പോകവെയാണ് വീടിന് തീപിടിച്ച് സർവ്വവും നഷ്ടമായത്. വീണ്ടും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനിടെയാണ് വീട്ടിൽ മോഷണം നടന്നത്. അക്കാലത്താണ് കുടിയേറ്റത്തെക്കുറിച്ചറിഞ്ഞ് ഹൈറേഞ്ചിലേക്ക് പോകാൻ ഇവർ തീരുമാനിച്ചത്. എലിക്കുളം ഉണ്ണിമിശിഹ പള്ളിയിൽ കൈക്കാരനായി പ്രവർത്തിച്ചു വരികയായിരുന്നു കുടിയേറ്റം. ഹൈറേഞ്ചിലെത്തിയ ശേഷവും കൃഷിക്കും പൊതുപ്രവർത്തനത്തിനുമൊപ്പം കുടുംബജീവിതവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചു. ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ വന്നൊക്കെ പറയും, ജാതിയോട് സമാധായി. അന്നേരം എന്നോട് പറയുകയും എന്റെ കൈയുടെ വേദന നീ അന്വേഷിച്ചിട്ടില്ല, അതുകൊണ്ടാ എന്നോട് ഇപ്പൊ ഇതൊക്കെ പറയും. സന്തോഷം. കോവിഡ് കാലത്തൊഴികെ ഇരുവരും പള്ളിയിൽ പോകുന്നത് മുടക്കിയിട്ടില്ല. എപ്പോഴും എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകും. 10 മക്കളും മരുമക്കളും കൊച്ചുമക്കളും
അവരുടെ ഭാര്യമാരും മക്കളുമെല്ലാമായി 84 പേരടങ്ങുന്ന വലിയൊരു കുടുംബത്തിന്റെ കാരണവന്മാരാണിവർ. അനുമോദന യോഗത്തിൽ ഫാദർ വർഗീസ് മണിയമ്പ്രയിൽ, ഫാദർ ഷിബു മായപ്പറപ്പള്ളിൽ, മുൻ MLA തോമസ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ജിൻസൺ വർക്കി, ജോസുകുട്ടി അരിപ്പറമ്പിൽ, ആനന്ദ് വിളിയിൽ, PB ഷാജി, ബേബി പതിപ്പള്ളിയിൽ, വർക്കി പുളിയൻകുന്നേൽ, KA ദേവസ്യ, ത്രിസ്യാമ ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാറിലേക്കും മാങ്കുളത്തേക്കുമൊക്കെയുള്ള യാത്രക്കിടയിൽ കാര്യമായ ചിലവൊന്നുമില്ലാതെ കണ്ടു മടങ്ങാൻ കഴിയുന്ന ഒരിടമാണ് കോട്ടപ്പാറ വ്യൂ പോയിന്റ്. പച്ചപുതച്ച മലഞ്ചെരിവാണ് കോട്ടപ്പാറയെ സുന്ദരമാക്കുന്നത്. ഇടുക്കിയിലെ കുറേയേറെ ഗ്രാമങ്ങളുടെ പരന്ന കാഴ്ച കോട്ടപ്പാറ നൽകുന്നുണ്ട്. മഴ പെയ്യുക കൂടി ചെയ്തതോടെ കോട്ടപ്പാറ ഇപ്പോൾ അതിസുന്ദരിയാണ്. അടിമാലിയുടെ ദൂരെ നിന്നുള്ള കാഴ്ച കോട്ടപ്പാറയിൽ നിന്ന് കാണാം. രാവിലെയും വൈകുന്നേരവുമാണ് കോട്ടപ്പാറ കാണാൻ അതിസുന്ദരം. സൂര്യൻ ഉദിച്ചു വരുന്നതും അസ്തമിച്ചു പോകുന്നതുമൊക്കെ കോട്ടപ്പാറയ്ക്ക് മുകളിൽ നിന്നും കണ്ടാസ്വദിക്കാം. കോട്ടപ്പാറയുടെ ഒട്ടുമിക്ക പ്രഭാതങ്ങളും കോടമഞ്ഞിൽ മുങ്ങിയതാണ്. കുളിരും കാറ്റുമൊക്കെയേറ്റ് കോട്ടപ്പാറ കണ്ടു മടങ്ങണമെങ്കിൽ രാവിലെ തന്നെ എത്തണം. മഴ പെയ്യുക കൂടി ചെയ്തതോടെ കോട്ടപ്പാറ ഇപ്പോൾ അതിസുന്ദരമാണ്. കോട്ടപ്പാറയിലേക്കുള്ള യാത്ര എങ്ങനെയെന്ന് കൂടി നോക്കാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കല്ലാറിൽ നിന്ന് വേണം കോട്ടപ്പാറയിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ. കല്ലാറിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ പിന്നിടുമ്പോൾ എത്തുന്ന ചെറിയൊരു ടൗണാണ് കുരിശുപാറ. ടൗണിന്റെ മധ്യഭാഗത്ത് നിന്ന് ഇടത്തേക്കുള്ള റോഡിലൂടെ വേണം ഇനിയുള്ള യാത്ര. വീതി ഒരൽപ്പം കുറവുള്ള ഈ പാതയിലൂടെ 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കോട്ടപ്പാറ വ്യൂ പോയിന്റ് ആയി. വ്യൂ പോയിന്റ് തുടങ്ങുന്നിടത്ത് വാഹനം നിർത്തി കാഴ്ചകൾ നടന്നു തന്നെ കാണാം. മലഞ്ചെരുവിലൂടെ മുമ്പോട്ട് നടക്കാൻ ചെറു നടപ്പുവഴിയുണ്ട്. വലിയ തിരക്കില്ലാത്ത ഒരിടം കൂടിയാണ് ഈ കോട്ടപ്പാറ. അതുകൊണ്ട് തന്നെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ ഒരല്പസമയം ചിലവഴിക്കാനും വിശ്രമിക്കാനുമൊക്കെ പറ്റിയൊരു പ്രദേശം കൂടിയാണ് ഇവിടം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്കാലേല വിവരം. ആകുലോട്ട് 209, വിൽപ്പനയ്ക്ക് വന്നത് 56,964, വിൽപ്പന നടന്നത് 56,396, കൂടിയ വില 2,859, ശരാശരി വില 2,248. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 6,710 രൂപ, വെള്ളി 102.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച ജില്ലാതല പ്രവേശനോത്സവം കുമളി GT UP സ്കൂളിൽ ജൂൺ 3 മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗം വിലയിരുത്തി. വിദ്യാലയങ്ങളിൽ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജില്ലയിലെ മുഴുവൻ വിദ്യാലയ അധികൃതരും തയ്യാറാകണമെന്ന് കളക്ടർ. കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം സംഘടിപ്പിച്ചത് സ്പൈസസ് ബോർഡിന്റെ കർഷക വഞ്ചനയിൽ പ്രതിഷേധിച്ച. വട്ടവട ചിലന്തിയാറിൽ കാട്ടുനായ ആക്രമണത്തിൽ 40ഓളം ആടുകൾ ചത്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ ആക്രമണത്തിൽ ചത്തത് ചിലന്തിയാർ സ്വദേശിയായ കനകരാജിന്റെ ആടുകൾ. അയ്യപ്പൻകോവിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വൻ അഴിമതി നടക്കുന്നതായി പരാതി. അഴിമതി ആരോപണ വിധേയനായ പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.